എന്താണ് മാർത്തോമാ സ്ലീവ? മലങ്കര നസ്രാണികളുടെ പൈതൃകത്തിന്റെയും വിശ്വാസത്തിന്റെയും പ്രതീകമാണ് മാർത്തോമാ സ്ലീവ, മാർത്തോമാ ക്രോസ്. ഇതിനെ പേർഷ്യൻ കുരിശ് എന്നും വിളിക്കാറുണ്ട്. ഇതിനെക്കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. ചരിത്രപരമായ പ്രാധാന്യം. മാർത്തോമാ സ്ലീവ കേരളത്തിലെ പുരാതന ക്രിസ്ത്യാനികളുടെ മാർത്തോമാ നസ്രാണികൾ തനിമ വിളിച്ചോതുന്നതാണ്. 7-ാം നൂറ്റാണ്ടിനോടടുത്ത കാലത്താണ് ഇവ നിർമ്മിക്കപ്പെട്ടതെന്ന് കരുതപ്പെടുന്നു. ഇതിൽ ഏറ്റവും പ്രസിദ്ധമായത് ചെന്നൈയിലെ വിശുദ്ധ തോമാ മലയിൽ സെയിന്റ് തോമസ് മൗണ്ട് കാണപ്പെടുന്ന കുരിശാണ്. സ്ലീവയുടെ പ്രത്യേകതകൾ. സാധാരണ കുരിശുകളിൽ നിന്നും വ്യത്യസ്തമായി മാർത്തോമാ സ്ലീവയ്ക്ക് ചില സവിശേഷതകളുണ്ട്. രൂപഘടന. ഈ കുരിശിൽ യേശുവിന്റെ രൂപം ഉണ്ടാകില്ല. പകരം കുരിശിന്റെ 4 അറ്റങ്ങളും പുഷ്പങ്ങൾ വിരിയുന്നതുപോലെ ഫ്ലോറൽ ഡിസൈൻ തോന്നിപ്പിക്കും. ഇത് പുനരുത്ഥാനത്തെയും ജീവനെയും സൂചിപ്പിക്കുന്നു. താമര കുരിശ് ഒരു താമരപ്പൂവിന് മുകളിലാണ് നിലകൊള്ളുന്നത്. ഇത് ഭാരതീയ സംസ്കാരവുമായും വിശുദ്ധിയുമായും ക്രിസ്തീയ വിശ്വാസത്തെ കൂട്ടിയിണക്കുന്നു. പ്രാവ് കുരിശിന്റെ മുകളിൽ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന പ്രാവിന്റെ രൂപം കാണാം. പടികൾ. കുരിശിന് താഴെയായി കാണുന്ന 3 പടികൾ കാൽവരി മലയെയും ഒപ്പം വിശ്വാസം, പ്രത്യാശ, സ്നേഹം എന്നീ പുണ്യങ്ങളെയും സൂചിപ്പിക്കുന്നു. ലിഖിതങ്ങൾ. ഈ കുരിശുകൾക്ക് ചുറ്റും പുരാതന പേർഷ്യൻ ഭാഷയായ പഹ്ലവിയിൽ ലിഖിതങ്ങൾ കാണാം. എന്റെ കർത്താവേ, ഈ കുരിശിലൂടെ പാപങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്ന അർത്ഥം വരുന്ന വചനങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ പഴയപള്ളി, കടമറ്റം പള്ളി, കുറവിലങ്ങാട് പള്ളി തുടങ്ങിയ പുരാതന ദേവാലയങ്ങളിൽ മാർത്തോമാ സ്ലീവായുടെ ശിലാചിത്രങ്ങൾ ഇന്നും സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 3. സ്ലീവ എന്ന വാക്കിന്റെ പൊരുൾ. കുരിശ് എന്ന പോർച്ചുഗീസ് വാക്കിന് പകരം നസ്രാണികൾ പണ്ട് മുതലേ സ്ലീവ എന്ന സുറിയാനി വാക്കാണ് ഉപയോഗിച്ചിരുന്നത്. ഇതിനർത്ഥം പ്രകാശിക്കുന്നത് അല്ലെങ്കിൽ തിളങ്ങുന്നത് എന്നാണ്. അതുകൊണ്ടാണ് മാർത്തോമാ സ്ലീവ പ്രകാശത്തിന്റെ അഥവാ പുനരുത്ഥാനത്തിന്റെ അടയാളമായി മാറുന്നത്. 4. പള്ളികളിലെ സാന്നിധ്യം. കേരളത്തിലെ പുരാതന പള്ളികളിൽ, ഉദാഹരണത്തിന് കടമറ്റം, കോട്ടയം വലിയ പള്ളി, ഈ ശിലാകുരിശുകൾ ഇന്നും വണങ്ങപ്പെടുന്നു. 16-ാം നൂറ്റാണ്ടിലെ പോർച്ചുഗീസ് അധിനിവേശത്തിനു മുൻപ് കേരളത്തിലെ പള്ളികളിൽ രൂപങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകിയിരുന്നത് ഈ കുരിശിനായിരുന്നു. ചുരുക്കത്തിൽ, മാർത്തോമാ സ്ലീവ കേവലം ഒരു ക്രൂശിത രൂപമല്ല, മറിച്ച് രൂപാന്തരപ്പെട്ട ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കും. 4-ാം നൂറ്റാണ്ടിൽ പേർഷ്യയിൽ നിന്നുള്ള ക്രിസ്ത്യാനികൾ പിനായി തോമായുടെ നേതൃത്വത്തിൽ കേരളത്തിലേക്ക് കുടിയേറിയതോടെയാണ് ഈ കുരിശുകളുടെ ശൈലി ഇവിടെ വ്യാപകമായത്. എഫ്രേം സുറിയാനിയെപ്പോലുള്ള പിതാക്കന്മാരുടെ ദൈവശാസ്ത്രമാണ് ഈ കുരിശിലെ പ്രാവിലൂടെയും താമരയിലൂടെയും പ്രതിഫലിക്കുന്നത്. 3. മൗണ്ട് കുരിശിലെ രക്തസ്രാവം, ദ ബ്ലീഡിംഗ് ക്രോസ്. ചെന്നൈയിലെ സെന്റ് തോമസ് മൗണ്ടിലുള്ള കുരിശുമായി ബന്ധപ്പെട്ട് ഒരു ഐതിഹ്യമുണ്ട്. 1551 മുതൽ 1704 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ശിലാകുരിശിൽ നിന്ന് രക്തം പോലെ ഒരു ദ്രാവകം വിയർക്കാറുണ്ടായിരുന്നുവെന്നും അത് വലിയ അത്ഭുതമായി കരുതപ്പെട്ടിരുന്നുവെന്നും പോർച്ചുഗീസ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4. ആധുനിക കാലത്തെ പ്രാധാന്യം. ഇന്ന് ഈ കുരിശ് ഏതെങ്കിലും ഒരു പ്രത്യേക സഭയുടെ മാത്രമല്ല, മറിച്ച് എല്ലാ സുറിയാനി സഭകളുടെയും, മാർത്തോമാ സഭ, ഓർത്തഡോക്സ്, യാക്കോബായ, സിറോ മലബാർ പൊതുവായ പൈതൃകമാണ്. സഭകളുടെ ഔദ്യോഗിക മുദ്രകളിൽ, ലോഗോ, ഈ കുരിശ് ഉപയോഗിക്കുന്നു. വീടുകളുടെ മുൻവാതിലിലും ഉമ്മറത്തും ഈ കുരിശ് കൊത്തിവെക്കുന്ന പതിവ് പഴയകാല നസ്രാണികൾക്കിടയിലുണ്ടായിരുന്നു. 5. ഗവേഷണങ്ങൾ, ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ്. ഈ കുരിശുകൾ ഏത് കാലഘട്ടത്തിലേതാണെന്ന് കണ്ടെത്താൻ കാർബൺ ഡേറ്റിംഗ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഗോവയിലും പാകിസ്ഥാനിലെ തക്ഷശിലയിലും സമാനമായ കുരിശുകൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നത് ഇതിന്റെ ചരിത്രപരമായ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. 1. രൂപകൽപ്പനയിലെ ദാർശനിക വശങ്ങൾ. മറ്റു കുരിശുകളിൽ നിന്ന് വ്യത്യസ്തമായി മാർത്തോമാ സ്ലീവയിൽ ചില പ്രതീകാത്മകമായ നിഗൂഢതകൾ, സിംബോളിക് മിസ്റ്ററീസ് ഒളിഞ്ഞിരിപ്പുണ്ട്. രക്തസാക്ഷിത്വവും വിജയവും. ഈ കുരിശിന്റെ വശങ്ങളിൽ കാണുന്ന മുനകൾ മുല്ലമൊട്ടുകൾ, ജാസ്മിൻ ബഡ്സ് പോലെയാണ്. ഇത് മരണത്തിന് ശേഷമുള്ള ജീവനെ, റിസറക്ഷൻ സൂചിപ്പിക്കുന്നു. മാർത്തോമാ മെനോറ. ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ജൂത പാരമ്പര്യമുള്ള മെനോറയുടെ 7 ശാഖകളുള്ള വിളക്ക് ഒരു ക്രൈസ്തവ രൂപമാണിത്. കേരളത്തിലെ ആദ്യകാല ക്രിസ്ത്യാനികൾ ജൂത പാരമ്പര്യമുള്ളവരായിരുന്നു എന്നതിന്റെ തെളിവായി ഇതിനെ കണക്കാക്കുന്നു. 2. സ്ലീവ മുത്തപ്പൻ എന്ന വിളിപ്പേര്. കേരളത്തിലെ മാർത്തോമാ നസ്രാണികൾ ഈ കുരിശിനെ ഒരു വസ്തുവായല്ല, മറിച്ച് ഒരു വ്യക്തിയായാണ് പേഴ്സണിഫിക്കേഷൻ കണ്ടിരുന്നത്. ഇരിങ്ങാലക്കുടയ്ക്കടുത്തുള്ള മാപ്രാണം മാർ സ്ലീവ പള്ളിയിൽ കുരിശിനെ സ്ലീവ മുത്തപ്പൻ എന്നാണ് ഭക്തിപൂർവ്വം വിളിക്കുന്നത്. യേശുവിനെ തന്നെ കുരിശായി സങ്കല്പിക്കുന്ന ഒരു പുരാതന സുറിയാനി രീതിയാണിത്. 5. ഐതിഹ്യങ്ങളിലെ മാർത്തോമാ സ്ലീവ. മാർത്തോമാ സ്ലീവ സ്ഥാപിച്ചതിനെക്കുറിച്ച് പല നാടോടി കഥകളും നിലവിലുണ്ട്. തോമാശ്ലീഹ തന്നെ കല്ലിൽ കുരിശുകൾ കൊത്തിവെച്ചു എന്നാണ് വിശ്വാസം. നിലയ്ക്കൽ ചയാൽ എന്ന സ്ഥലത്ത് തോമാശ്ലീഹ സ്ഥാപിച്ച കുരിശ് കാലക്രമേണ മണ്ണടിഞ്ഞു പോയെങ്കിലും പിൽക്കാലത്ത് അത് കണ്ടെടുത്ത് പുനഃസ്ഥാപിച്ചത് വലിയൊരു വിശ്വാസ ചരിത്രമായി നസ്രാണികൾ കരുതുന്നു.